ഗാസയിലെ ട്രംപിന്റെ സമാധാന പദ്ധതി വെറുമൊരു വെടിനിർത്തൽ ശ്രമം എന്നതിലുപരി മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേൽ പാകിസ്ഥാൻ സഹകരണത്തിന് സാധ്യത നൽകുന്ന ഒരു പുതിയ അച്ചുതണ്ടിന്റെ രൂപീകരണത്തിന് കളമൊരുക്കുകയാണ്. പദ്ധതിക്ക് വെറുതെ പിന്തുണ നൽകുകയല്ല പാകിസ്ഥാന്റെ ലക്ഷ്യം. ഈ നീക്കത്തിലൂടെ പാകിസ്ഥാൻ നിരവധി നേട്ടങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച 20-ദിന സമാധാന പദ്ധതി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാവുകയാണ്. ട്രംപിന്റെ ഈ നീക്കം ഇസ്രയേലിന്റെ യുദ്ധലക്ഷ്യങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതാണ് എന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന സമാധാന ചർച്ചകളുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. അതേസമയം ഈ പദ്ധതിക്ക് പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ചത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളും നൽകുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതിനു മുന്നോടിയായിരുന്നു. പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്ന നേട്ടങ്ങൾ നോക്കാം. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാൽ പാകിസ്ഥാൻ അബ്രഹാം കരാറിൽ ചേരും. ഇത് പാകിസ്ഥാനും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വഴിയൊരുക്കിയേക്കാം. ഈ കരാർ വഴി പാകിസ്ഥാന് സൂപ്പർ സാമ്പത്തിക പാക്കേജും നാറ്റോ അംഗത്വത്തിന്റെ പൂർണ്ണ പ്രവേശനവും പദവിയും ലഭിച്ചേക്കാം. അമേരിക്ക, പാശ്ചാത്യ ശക്തികൾ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റൈൻ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ പൂർണ്ണ പിന്തുണ പാകിസ്ഥാന് ലഭിക്കാനുള്ള സാധ്യതയും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. എന്താണ് അബ്രഹാം കരാർ? ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവുകൾ കുറേയേറെ കണ്ട മിഡിൽ ഈസ്റ്റിൽ ഈ കരാർ ലക്ഷ്യം കണ്ടു. എങ്ങനെയാണ് ഈ കരാർ പാകിസ്ഥാന് നേട്ടമാകുന്നത്? നോക്കാം. ജൂത, ക്രൈസ്തവ, ഇസ്ലാം മത വിശ്വാസികളുടെ എല്ലാം പൂർവ്വ പിതാവാണ് 3000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകൻ എബ്രഹാം അഥവാ ഇബ്രാഹിം നബി. ഈ 3 ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഭാവിയിലെ സൗഹൃദത്തിന്റെ രൂപരേഖയായും ഈ കരാർ വാഴ്ത്തപ്പെടുന്നു. ഇസ്രയേലും അറബികളും തമ്മിലുള്ള വൈരാഗ്യം 1948-ൽ ഇസ്രയേൽ രൂപം കൊണ്ടതു മുതൽക്കേ ഉള്ളതാണ്. വാസ്തവത്തിൽ ഇസ്രയേൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് സമാന്തരമായി തന്നെ അതിനോടുള്ള എതിർപ്പും തുടങ്ങുകയുണ്ടായി. കഴിഞ്ഞ 77 വർഷങ്ങൾക്കിടയിൽ നിരവധി യുദ്ധങ്ങൾക്കും ഒട്ടേറെ ഏറ്റുമുട്ടലുകൾക്കും അത് കാരണമാവുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യുദ്ധത്തിന് പകരം സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ അറബ് ഇസ്രയേൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ആശയവും അതിനിടയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നു. 1978-ൽ അന്നത്തെ ഈജിപ്ത് പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രയേൽ പ്രധാനമന്ത്രി മെനാഹം ബെഗിനും തമ്മിൽ അമേരിക്കയിൽ നടന്ന ചർച്ചകളോടെയായിരുന്നു അതിന്റെ തുടക്കം. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ വെച്ചാണ് ബഹ്റൈനും UAE-യുമായി ചരിത്ര കരാറിൽ ഇസ്രയേൽ ഒപ്പിട്ടത്. സമസ്ത മേഖലകളിലും UAE ഇസ്രയേൽ സഹകരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷത്തിന് അയവ് വരുമെന്നും പുതിയ കാലഘട്ടം ഉരുത്തിരിഞ്ഞു വരുമെന്നും പ്രതീക്ഷിച്ച അബ്രഹാം കരാർ പക്ഷേ സമാധാനത്തിലേക്ക് നീങ്ങിയില്ല. പകരം മധ്യപൂർവ്വദേശം വീണ്ടും വീണ്ടും രക്തരൂക്ഷിതമായി. നെതന്യാഹുവിന്റെ പ്രസ്താവനകളിൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള കർശന സമീപനം തുടരുമ്പോൾ പാകിസ്ഥാന്റെ പിന്തുണ ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു. പക്ഷേ ഇതെല്ലാം ഗാസയിൽ സമാധാനം കൊണ്ടുവരുമോ? അതോ പുതിയ അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപപ്പെടുന്നതിനുള്ള വേദിയായി മാത്രം മാറുമോ? ഇവയെല്ലാം ലോകം ഉറ്റുനോക്കുകയാണ്.